ഞാനൊരു വരി കവിത ചൊല്ലിക്കോട്ടെ. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം എന്ന് പറഞ്ഞ പോലെ എന്നോടൊപ്പം കൂടിയത് കൊണ്ട് നമ്മുടെ പയ്യൻ ഒരു സാഹസികനായില്ലേ? അത് ടിവിയിലും വന്നില്ലേ? എന്റെ ഫോട്ടോ ടിവിയിൽ വരാൻ എന്താ ഒരു മാർഗം? നിന്നെ കാണാനില്ലെന്ന് പറഞ്ഞ നീ തന്നെ ഒരു പരസ്യം കൊടുക്കും. പ്രസിഡന്റിന്റെ മെഡൽ കിട്ടേണ്ട ധീര പ്രവൃത്തിയല്ലേ ഇവൻ ചെയ്തത്? എനിക്കും കിട്ടിയിട്ടുണ്ട് പ്രസിഡന്റിന്റെ മെഡൽ. എപ്പോ എവിടെ വെച്ച് എന്തിന്? പഞ്ചായത്ത് പ്രസിഡന്റ് ആയി. അത് കളം തല്ലി പൊട്ടിച്ചല്ലേ? നിന്റെ തല ഞാൻ തല്ലി പൊട്ടിക്കും പന്നി. നീ പടം ഓർക്കെ. അല്ല അവനെന്താ ഒരു മൂഡ് ഓഫ്? മോനെന്താ വല്ലാണ്ടിരിക്കുന്ന? വെള്ളത്തിൽ വീണോണ്ടാണോ? അല്ല, എനിക്ക് പേടിയാവുന്നു. ധീരനായ നീ എന്തിനു പേടിക്കണം? ഇനി അവരെന്നെ കണ്ടുപിടിക്കും. ആര്? അനാഥാലയത്തിലെ ചെമ്പൂതം. ഭൂതമായാലും പ്രേതമായാലും ഇങ്ങോട്ട് വരട്ടെ. മോൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഈ അപ്പൂപ്പനും അങ്കിളുമാരും എല്ലാവരും ഉണ്ടല്ലോ. മോനെ ഇവിടെ വന്ന് ആരും ഒന്നും ചെയ്യില്ല. ഐ ലവ് യു ഡാഡ്. കാണാതാകും മുമ്പ് എല്ലാ ഞായറാഴ്ചകളിലും അവന്റെ അമ്മ അറിയാതെ അവൻ എനിക്ക് അയച്ചിരുന്ന ഇമെയിൽ സന്ദേശം ഞാനും തിരിച്ചയക്കും. ഐ ലവ് യു ടു. അകന്നിരുന്നപ്പോഴും ഞങ്ങളെ തമ്മിൽ അടുപ്പിച്ചിരുന്ന കണ്ണി, ഞായറാഴ്ചയാവാനുള്ള കാത്തിരിപ്പ്, കമ്പ്യൂട്ടറിന് മുമ്പിൽ അവന്റെ മെസ്സേജിന് വേണ്ടിയുള്ള തപസ്. തനിക്കറിയില്ല ബോബി, മകന്റെ രൂപം കാണാതെ അവന്റെ ശബ്ദം കേൾക്കാതെ അവനെ സ്നേഹിക്കുന്ന ഒരു അച്ഛന്റെ നിർഭാഗ്യം. കാം ഡൗൺ മിസ്റ്റർ രാജീവ്. തൽക്കാലം നമുക്ക് പോലീസിൽ ഇൻഫോം ചെയ്യേണ്ടെന്ന് വെക്കാം. കാരണം അവരുടെ കയ്യിൽ അവനെ കിട്ടിയാൽ സ്വാഭാവികമായും തന്റെ വൈഫിനെ അവർ ഹാൻഡ് ഓവർ ചെയ്യും. അവിടുന്ന് സച്ചിനെ തന്റെ കസ്റ്റഡിയിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ എന്നൊന്നും ഞാൻ പറയുന്നില്ല, ബട്ട് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. അതുകൊണ്ട് നമുക്ക് തൽക്കാലം നമ്മുടേതായ രീതിയിലൊരു അന്വേഷണം. മനസ്സിലായില്ല. ഇപ്പോ ഏത് കേസിനും പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ സമീപിക്കുന്ന കാലമാണല്ലോ. എന്തുകൊണ്ട് നമുക്കും ആ വഴി നീങ്ങിക്കൂടാ? ദി ഡയറക്ടർ DHEDARETTTYR. താൻ എന്തോ പറയുന്നേ? എന്നെ പഠിപ്പിക്കണ്ട. OPR അത് ഞാനല്ല സാർ, ഞാൻ അലിയാർ. അതെനിക്കറിയാം. എന്താ സാർ കാര്യം? അല്ല, 10 മണിക്ക് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിരുന്നു. അദ്ദേഹം ആരാ മോൻ? ഇന്ത്യയെ തകർക്കാൻ വന്ന 2 തീവ്രവാദികളെ ഓടിച്ചിട്ട് പിടിച്ചോണ്ടിരിക്കാണിപ്പോ. ഇച്ചോക്കിനെ വെട്ടിച്ച് നീ മാറിപ്പോയി. എടാ തീവ്രവാദികളെ എത്ര നേരമായി നമ്മൾ ഓട്ടം തുടങ്ങിയിട്ട്? അല്പം റെസ്റ്റ് എടുത്തിട്ട് ഓടിയാ പോരെ? ശരിയാ, എത്ര നേരം നമ്മൾ ഓട്ടം തുടങ്ങിയിട്ട്? അല്പം റെസ്റ്റ് ചെയ്തിട്ട് ഓടാല്ലേ? അതിരിക്കട്ടെ, എവിടെ നിങ്ങളുടെ വീട്? ബോംബെയില്. ബോംബെയിലാ? ബോംബെയിൽ ഞാൻ കുറച്ചാളുണ്ടായിരുന്നു 1983. പിന്നെ ഞാൻ നാട്ടിലേക്ക് പോന്നു. യോ, സമയം ഒരുപാടായി. എന്നാ നമുക്ക് ഓടാം. ഓടാം. എന്നിട്ട് ഓടിക്കരുത്. ഒരു വണ്ടി ഒന്നുമില്ലേ? വിട്ടോ വിട്ടോ വിടോ. സുട്കേസായിട്ട് പോണില്ലേ? അവര് പോയ പോ. ഇയാളെന്താ മണ്ണ ബുദ്ധിയാണോ? ജോലിയിൽ പോണ പോലെ പോട്ടെ. ഇത് പോയില്ലേ? എടോ ചോക്കിന് കീഴടങ്ങുന്നതാണ് നല്ലത്. നിൽക്കാൻ മിസ്സിംഗ്, പിന്നെ മിസ്സിംഗ്. ഓഹോ, കയറ് വെച്ച് പേടിപ്പിക്കുന്നോ? എടോ, ഈ ഡിറ്റക്റ്റീവിന് കയറൊരു പ്രശ്നമല്ലടാ. നീ കണ്ടോ? എന്റെ അമ്മ തെങ്ങ് കെട്ടല്ലേ? അയ്യോ കെട്ടല്ലേ? എടാ എടാ ശ്വാസം വിട്ടത് ആട്ടച്ചാക്കിന്റെ വലിയ കെട്ടല്ലേ? എടാ വിടാ. എടാ കെട്ടഴിച്ചിട്ട് പോടാ. അയ്യോ എടാ കെട്ടല്ലേ? നോക്കുള്ളപ്പോഴാണോ കയറ്? അയ്യോ പിന്നെ മണി 11 എനിക്ക് കോടതി പോണം.
എന്താണ് സാർ കേസ്? അതൊരു നല്ല കേസാ. സാറിന്റെ കേസല്ല, OPS സാറിനെ കണ്ട കാര്യം എന്താ? ഒരു പ്രമാദമായ കേസ് പുള്ളി ഏൽപ്പിക്കാനുണ്ട്. അത് കൊണ്ടുകൂടി ഞാൻ വിളിച്ചോണ്ടിരിക്കാം. അയ്യോ, ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഹലോ മിസ്റ്റർ ബോബി. ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ് ആണോ? ഇരിക്കൂ, ഇരുന്ന് സംസാരിക്കാം. രാവിലെ എന്തായിരുന്നു? വെള്ളയപ്പം റോസ്റ്റും. അതല്ല, രാവിലെ വലിയ ബിസി. അതാ, അത് രണ്ട് ബാക്കി സഞ്ചാരന്മാരെ കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടി പോയതാ. സർക്കാർ നേരിട്ട് വന്ന കേസായതുകൊണ്ട് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഇല്ല എന്ന് പറഞ്ഞതാ, എന്നിട്ട് എന്റെ തലയെ കെട്ടിവെച്ച്. 6 കോടി രൂപയുടെ ആയുധടപാടിന്റെ കേസാണ്. ഇതിന്റെ പിറകിൽ മറ്റവരെ പ്ലേ ഉണ്ട്. ആരെ? അമേരിക്ക. പിന്നെ ഒരു കാര്യം, വളരെ സീക്രട്ട് ആയതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ കുറെ കാര്യങ്ങളോട് പറഞ്ഞു തന്നേനെ. അല്ല, താമന്ന കാര്യം പറഞ്ഞില്ലല്ലോ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തന്നോട് സംസാരിക്കാനുണ്ട്. ടെൽ മീ ട്രൂത്ത്. എനിക്കൊരു ആത്മാർത്ഥ സുഹൃത്തുണ്ട്, വൺ മിസ്റ്റർ രാജീവ് മേനോൻ. പുള്ളിക്കാരനും ഭാര്യയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അവർക്കൊരു കുട്ടിയുണ്ട്. ഒടുവിൽ കുടുംബ കോടതി ഇടപെട്ട് കുട്ടിയെ അമ്മയ്ക്ക് വിട്ടുകൊടുത്തു. ഇപ്പോൾ ആ കുട്ടിയെ കാണാനില്ല. ചൈൽഡ് മിസ്സിംഗ്. Yes. അപ്പോ ബേബീസ് ഡേ ഔട്ടിന്റെ കാസറ്റ് കാണേണ്ടിയിരിക്കുന്നു. ഈ കുട്ടി എവിടെ ഉണ്ടെങ്കിലും അത് കണ്ടുപിടിക്കേണ്ട ചുമതല തന്നെ ഏൽപ്പിക്കാനാണ് ഞാൻ വന്നത്. ഈ കേസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തുമ്പി കല്ലെടുക്കുന്നത് പോലെ നിസ്സാരമാണ്. ആട്ടെക്കുട്ടിയുടെ പേര് സച്ചിൻ. ആ കുട്ടി ഇപ്പൊ എവിടെയുണ്ട്? അത് കണ്ടുപിടിക്കാനല്ലേ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോ- ദാ, 50,000 രൂപ അഡ്വാൻസ്. ആ കുട്ടി ലോകത്ത് എവിടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഈ OPR കണ്ടുപിടിച്ചിരിക്കും. ധൈര്യമായിട്ട് പൊക്കോ പൊക്കോ. ആ പിന്നെ ഒരു പ്രധാന കാര്യം, എന്താ? ഞാനാണ് ഈ കേസ് അന്വേഷിക്കുന്നതെന്ന് ഒരു കാരണവശാലും ആ കുട്ടി അറിയാൻ പാടില്ല. പൊക്കോ. അപ്പോ നീ പറഞ്ഞാലും നിന്റെ മോൾ അനുസരിക്കില്ലെന്നാണോ? ഞാൻ ആവുന്നതും പറഞ്ഞു നോക്കി അച്ഛ. മോളെ, ഇങ്ങനെ കുടുംബത്തിൽ അപമാനം ഉണ്ടാക്കുന്നതിലും നല്ലത് വല്ല ട്രെയിനിലും തലവെച്ച് ചാകുന്നതാ. അയ്യോ അച്ഛ. ഹലോ, എന്റെ ഓഫീസല്ലേ? ആ കുട്ടിയുടെ അമ്മയും അപ്പൂപ്പനും ഈ വണ്ടിക്ക് തലവെക്കും. ഉടൻ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ പരിപാടിയുടെ ഈ ഭാഗം നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് വെട്ടുകത്തി ഫൈനാൻസിയേഴ്സ് ആൻഡ് റോയൽ പാറ്റ ഗുളികാസ്. TV സീരിയലായിരുന്നു ഞാൻ. ഛു. ദാക്ഷായണി, വാ. ഒയ്ക്കോ, ഞാൻ പിന്നെ വരാം. ഈ സ്റ്റെയർ കേസ് ഇവിടെ ഉണ്ടായത് നന്നായി, ഇല്ലെങ്കിൽ കയറ് കെട്ടി ഇറങ്ങേണ്ടി വന്നേനെ. ഇതായിരിക്കും ആ പയ്യന്റെ ബെഡ്റൂം, അതായത് കിടക്കമുറി. അയ്യേ, കിടക്കമുറിയാണ്. കൊച്ചു കള്ള, എന്തിനാ ഇത്ര ധൃതി? അയ്യോ, മുതലാളി ചുമക്കുന്നു, ഉണങ്ങാ തോന്നേ. ഇത് തന്നെ അവന്റെ മുറി. ഇൻസുറൻസ് ബോക്സാ. ഇത് തന്നെയാണ് സച്ചിന്റെ ഡ്രസ്. ഇതിന്റെ ഇതിരിക്കട്ടെ. അവന്റെ ഒരു വിരലടയാളം കൂടി കിട്ടിയിരുന്നെങ്കിൽ. ദാക്ഷായണി, നീ ഇതെവിടെ ആയിരുന്നു? ഞാൻ മുതലാളിയുടെ ചുമ കേട്ടിട്ട് ഇപ്പോഴല്ലേ ചേട്ടന്റെ അടുത്ത് പോയത്. അതിന് ഞാൻ ഇപ്പോഴല്ലേ ഇവിടെ വന്നത്. ഓ, നീ എന്താ ഇങ്ങനെയൊക്കെ? അല്ലേ ഈ ആണുങ്ങളൊക്കെ ഇങ്ങനെയാ, വെള്ളം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു വെള്ളവും ഉണ്ടാകത്തില്ല. ഓ, അത് നിന്റെ ഒരു തോന്നലല്ലേ എന്റെ പൊന്നു ദാക്ഷായണി. മോനോട് ഞങ്ങൾ ഇപ്പൊ വരാം.
എന്താണോ? ആരാ? അത് തന്നെ എനിക്കും അറിയേണ്ടത്. നീ ആരാ? സച്ചിൻ. കയ്യിലെവിടെ? 2, 1.5 അടിയും കൃത്യം. അവന്റെ അച്ഛനും അമ്മയും അവർ രണ്ട് വഴിക്ക് പോയി. My God! എന്റെ ഈശ്വര, ഡോക്ടർ കൽപ്പിച്ചതും പേഷ്യന്റ് ഇച്ഛിച്ചതും മിൽക്ക് തന്നെ. മോനെ, മോൻ മാമന്റെ കൂടെ വാ. എന്തിനാ? മോനെ ഞാൻ കപ്പയും മീനും പപ്പയും മമ്മിയും കാണിച്ചു തരാം. പപ്പയും മമ്മിയും വരും. വരും. അവര് ഡൈവേഴ്സ് ആയി പോയില്ലേ? മോൻ മാമന്റെ കൂടെ വാ. വാ വാ. തനിക്ക് എന്താ കാര്യം? ദേ, ഈ അനാഥ കുട്ടിയുടെ കാര്യത്തിൽ താൻ ഇടപെടാൻ പാടില്ല. അനാഥ കുട്ടിയോ? ഇത് ഞങ്ങളുടെ കുട്ടിയാ. എന്താ തെളിവ്? ഒന്ന് മാറിയേ. വാമനെ 3.5 അടി 1 അടി തീർന്നത് ഭാഗ്യം.